എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു പപ്പേനെ എനിക്ക് കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു മമ്മിയുടെ കാര്യം. കാരണം അത്രയും നാളും ചേച്ചിയുടെ ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. 10ാം ക്ലാസ് ആയപ്പോഴൊക്കെയാണ് ചേച്ചിക്ക് വയ്യെന്നും ചേച്ചിക്ക് കിടപ്പരോഗ്യാണെന്നൊക്കെ അറിഞ്ഞത്. ഞങ്ങൾ കൈവിട്ട് കളയോ ഒന്നും ദൈവം ഒന്ന് പരീക്ഷിച്ചത് ഞങ്ങളെ. പക്ഷേ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഇങ്ങനെ മമ്മിക്ക് വയ്യ, അരയ്ക്ക് താഴേക്ക് തളർന്നു, അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും ശരിയാവാന്നൊന്നും അറിയത്തില്ല, അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു, നീ ബൈബിൾ വായിക്കണ്ട, ദൈവത്തെ ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ബൈബിള് തുറന്നപ്പോൾ കിട്ടിയ അധ്യായം എന്ന് പറയുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുന്നത്. കർത്താവ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കില്ല, നമ്മൾ എവിടെ പോയി വിളിച്ചാലും ആള് പൊക്കിയെടുത്തുകൊണ്ട് പോകും. എന്നെവിടെ പരിപാടി? ഏയ്, ഞാൻ പഴയ കാര്യങ്ങൾ ഓരോന്നും ആലോചിക്കുന്നതാ. ഓരോ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഓർത്തിരുന്ന് ഇപ്പൊ ചിരിക്കുന്നു. പണ്ട് നമ്മള് PhD അല്ലേ? അത് ശരിയാ. എന്തായിരുന്നു ചിന്തിച്ചേ? നമ്മുടെ പഴയ കാര്യങ്ങളുടെ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ പഴയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ ഓവർ തിങ്ക് ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് ദൈവം നമ്മളെ കളിപ്പിക്കുന്നതാ. ദൈവത്തിന്റെ വികൃതികൾ എന്നൊക്കെ പറയുന്ന പോലെ അതന്നെ. അത്രമാത്രം വികൃതികൾ ചെയ്തിട്ടുണ്ടോ കർത്താവ് നിന്റെ ജീവിതത്തിൽ? ഉണ്ടോന്നാ ഞാൻ പലപ്പോഴും ചിന്തിക്കും. ദൈവത്തിന് ഒരു പണിയില്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്, പണികൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രത്യേകിച്ച്? സിസ്റ്ററിന് അറിയോ, എൻ്റെ വീട്ടിൽ 5 പേരാണ് ഞങ്ങൾ. ഇതുവരെ ഞങ്ങളുടെ വീട്ടിലൊരു ഫാമിലി ഫോട്ടോ ഇല്ല. 5 പേര് അടങ്ങുന്ന ഒരു ഫാമിലി ഫോട്ടോ ഇല്ല ഇതുവരെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് വീട്ടിലുള്ളത് 5 പേരാണ് ഞങ്ങൾ. പപ്പ, മമ്മി, ചേച്ചി, ഞാൻ, അനിയൻ. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു കുടുംബം. അതിൽ ചേച്ചിക്ക് ജന്മനെ തന്നെ ഫിക്സിൻ്റെ അസുഖമുള്ളതാണ്. ജനിച്ച് 3ാമത്തെ മാസം ട്രിപ്പിളും പോളിയോ എടുത്തപ്പോൾ മുതൽ ചേച്ചിക്ക് ഫിക്സിൻ്റെ അസുഖം തുടങ്ങി. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേച്ചിക്ക് 27 വയസ്സായി. ഇപ്പോഴും ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല. ഞാൻ അനിയത്തിയാണെന്നോ അല്ലെങ്കിൽ എനിക്കൊരു അനിയനുണ്ടെന്നോ അതൊന്നും അറിയത്തില്ല. ഞങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ കാണുന്നതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡിൽ പോണു. അല്ലാണ്ട് വേറെ ഒന്നും ചേച്ചിക്ക് അറിയത്തില്ല. ചേച്ചി ഒന്നും ചെയ്യത്തുമില്ല. ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? അപ്പോൾ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം, കുളിപ്പിക്കണം, മരുന്ന് കൊടുക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ചേച്ചി ഒന്നും ചെയ്തില്ല. മുൻപ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 5 വയസ്സ് വരെ. ചേച്ചി ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫിക്സ് വരുമ്പോൾ, ഒരു പ്രാവശ്യം ഫിക്സ് വന്നപ്പോൾ ചേച്ചിയുടെ മുഖത്തേക്ക് ഫുൾ ചോറും മൂക്കിലേക്കും വായിലേക്കും ഒക്കെ പോയി. അതിനുശേഷം പിന്നെ ചേച്ചിക്ക് അങ്ങനെ ആരും എടുത്തു കൊടുത്തിട്ടില്ല. മീൻസ് വാരി കൊടുക്കുകയാണ് ചെയ്യാറ്, അല്ലാണ്ട് ചേച്ചി ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാ കാര്യം വെച്ചാൽ എല്ലാ കാര്യം. ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എന്നെയും അനിയനും അറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്തായിരിക്കും അവസ്ഥ എന്ന്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കണേ. അതാണ് ചേച്ചിയുടെ അവസ്ഥ. പിന്നെ പപ്പ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പ എന്ന് വെച്ചാൽ പള്ളിയിൽ പോവും, പറ്റാവുന്ന ദിവസങ്ങളൊക്കെ പള്ളിയിൽ പോവും. പിന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യാളുടെ ഭക്തനാണ്. പിന്നെ എല്ലാ ദിവസവും കൊന്ത എത്തിച്ചിട്ടാണ് ആള് പണിക്ക് കയറാം. പപ്പ ഇവിടെ ചുമട്ട് തൊഴിലാളിയാണ് ചാലക്കുടിയിൽ. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി കൊന്ത എത്തിച്ചിട്ട് ആള് പണിക്ക് കയറും. അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് അങ്ങനെ ദുശീലങ്ങളൊന്നുമില്ല. പുകവലി അല്ലെങ്കിൽ വലിക്കൽ, കുടിക്കൽ, അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു പപ്പേനെ എനിക്ക് കിട്ടി. പപ്പ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ഇപ്പം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മമ്മിക്ക് വയ്യ. 2 കൊല്ലം മുമ്പ് മമ്മിക്ക് അരയ്ക്ക് താഴേക്കൊന്ന് തളർന്നായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു മമ്മിയുടെ കാര്യം. കാരണം അത്രയും നാളും ചേച്ചിയുടെ ഒരു പ്രശ്നം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചേച്ചിയുടെ പ്രശ്നം വരുമ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മളെ ഇൻട്രോ ചെയ്യും, സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോൾ നമ്മൾ പറയും എൻ്റെ വീട്ടിൽ 5 പേരാണ്, പപ്പ, മമ്മി, ചേച്ചി, അനിയൻ, അവരെന്തൊക്കെ ചെയ്യണമെന്ന് പറയും. പക്ഷേ ചേച്ചിയുടെ കാര്യത്തിന് പറയാൻ മാത്രം എനിക്കൊന്നുമില്ല. അപ്പോൾ കുറച്ച് കസിൻസിന് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് അറിയാം ചേച്ചിക്ക് വയ്യ എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറയും എന്തെങ്കിലും പഠിക്കുകയാണെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ 10th കഴിഞ്ഞെന്നോ, അല്ലെങ്കിൽ BTech പഠിക്കുകയാണെന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയും. പക്ഷേ ഞാൻ ആ സമയത്ത് ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെൻ്റെ വീട്ടിൽ വരുമ്പോൾ ചേച്ചിനെ അന്വേഷിക്കും. അപ്പോൾ കൂടുതൽ പ്രശ്നമാവും. ഞാൻ നുണ പറഞ്ഞൊരു ഇതാവും. അപ്പോൾ കൂടുതലായിട്ടും അവർ ചോദിക്കാറില്ല. എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയുമ്പോൾ ചേച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാറില്ല. കൂടുതലും പിള്ളേർ അറിഞ്ഞത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കൂടുതലും പിള്ളേർ അറിഞ്ഞത് എനിക്കൊരു ചേച്ചി ഉണ്ടെന്നും. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്ന് പറഞ്ഞിടുമ്പോൾ ചേച്ചിമാർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കസിൻസായിട്ടും റിലേറ്റീവ്സായിട്ടും കുറേ പേരുണ്ടാവും. അപ്പോൾ പിന്നെ അവരൊന്നും കാര്യമാക്കാറില്ല. പിന്നെ പെരുന്നാളുകൾക്കൊക്കെ വീട്ടിൽ വരുമ്പോഴാണ് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോഴാണ് ചോദിക്കുക ചേച്ചി ഉണ്ടായിരുന്നോ, നിങ്ങൾ 2 പേരല്ല അല്ലേ എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കാം. അപ്പോൾ ചോദിക്കും എന്താ അത് പറയാണ്ടിരുന്നത് ചേച്ചിനെ കുറിച്ച്. കാരണം 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും മെച്യൂരിറ്റി ഇല്ല. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണോ അതൊക്കെ അവർ നെഗറ്റീവായിട്ട് എടുക്കാം. ഇപ്പോൾ ചേച്ചിക്ക് വയ്യ, അപ്പോൾ അവരുടെ ചിന്ത വരുന്നത് ഇത് പകരന്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ചോദിച്ചിട്ടുമില്ല, ഞാനായിട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല.
10ാം ക്ലാസ് ആയപ്പോഴൊക്കെയാണ് ചേച്ചിക്ക് വയ്യെന്നും ചേച്ചിക്ക് കിടപ്പരോഗിയാണെന്നും ഒക്കെ അറിഞ്ഞത്. ഇപ്പോഴും ചിലർക്കൊന്നും അറിയത്തില്ല ചേച്ചിക്ക് വയ്യെന്നുള്ള കാര്യം. ചേച്ചിക്ക് വയ്യാന്നോ അല്ലെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ടെന്നോ ഇപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ മൂത്താളാണോ അല്ലെങ്കിൽ ഇനി ആരോ ഉള്ളത്. അപ്പോൾ ഞാൻ പറയും ചേച്ചിയുണ്ട്, എനിക്കൊരു അനിയനുണ്ട്, അങ്ങനെ പറയാറ്. അങ്ങനെയാണ് ചേച്ചിയുടെ കാര്യം നിന്നാർന്നത്. പിന്നെ അത്രയും നാളും ചേച്ചിയുടെ കാര്യം നോക്കിയത് മമ്മിയും പപ്പയാണ്. എന്ന് വെച്ചാൽ ഞാനും അനിയനൊക്കെ ചെറുതാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കുറേ ഇതുകളുണ്ടായിരുന്നു. അതിനുശേഷം അത്രയും ചേച്ചിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും നാളും. ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട്, ബുദ്ധിമുട്ടെന്നല്ല, ഒരു സഹനം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമുക്കൊരു സഹനം തരില്ലേ. എപ്പോഴും സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ജീവിതമായി കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചീനെ ഞങ്ങൾക്ക് തന്നത് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടാണ്. ഇപ്പോൾ വീട്ടിലേക്ക് അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഒക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്. സിസ്റ്റേഴ്സ് ഒരു പ്രാവശ്യം വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചീനെ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ ചൈൽഡ് ഹോമിൽ ഏൽപ്പിച്ചുകൂടെയും ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടുകാർ ചോദിച്ചത് ഇത് മാത്രമാണ്. എന്ന് വെച്ചാൽ ചേച്ചി മാത്രമായിരിക്കില്ല അവിടെ, ഇതുപോലെ തന്നെ കുറേ പിള്ളേരുണ്ടാവും. അപ്പോൾ 5 വയസ്സിൽ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി നടന്ന സമയമാണ്. അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കെട്ടിയിടും ചേച്ചീനെ. അങ്ങനെയായിരിക്കും ചെയ്യുക. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇതുപോലെ തന്നെ കുറേ പിള്ളേരെ നോക്കാറുണ്ട്. പിന്നെ പപ്പ മമ്മിയും ചേച്ചീനെ എല്ലാ ദിവസവും കുളിപ്പിക്കും. അതുപോലെ അവിടെ ചെയ്യില്ല, അവിടെ എല്ലാ ദിവസവും തുടയ്ക്കുക, അങ്ങനെ ചെയ്യാറ്. പക്ഷേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ചേച്ചിനെ തുടച്ചാൽ മതി, കുളിപ്പിക്കണ്ട. ഇപ്പം നമ്മളായാൽ പോലും ഒരു ദിവസം കുളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചി ഒന്നും ചെയ്യണില്ലെങ്കിൽ പോലും എന്നാലും നമ്മൾ ഇരുന്ന് വേർക്കുമല്ലോ, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പപ്പയും മമ്മി അങ്ങനെയല്ല, എല്ലാ ദിവസവും കുളിപ്പിക്കും. എന്ന് വെച്ചാൽ നോർമലി ഒരാളെങ്ങനെ കുളിപ്പിക്കണം അതുപോലെ തന്നെ കുളിപ്പിക്കും. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയില്ല, മെഡിസിൻസ് ഉണ്ട് ചേച്ചിക്ക്, 14 ഗുളികയുണ്ട്. ചേച്ചിക്ക് ചെറുപ്പത്തിലേ വന്ന അസുഖമാണ്. അപ്പോൾ തന്നെ കുറേ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൈവിടിഞ്ഞു. എന്ന് വെച്ചാൽ എല്ലാ മരുന്നുകളും പുറത്തേക്ക് എത്തിയത്. പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഒരു സോഴ്സ് ഇല്ല മരുന്ന് കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ ആയുർവേദിക് ആക്കി. അതിലിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഗുളിക്കും ബാക്കി 13 ആയുർവേദിക്കും. പാലയിലൊരു അച്ഛനാണ് ഇപ്പോൾ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ്. അച്ഛൻ മരിച്ചുപോയി, പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ദിവസം നമുക്ക് ഒരു മരുന്ന് തന്നെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല മടിയായിരിക്കും നമുക്ക്. ഞാനൊന്നാണെങ്കിൽ കഴിക്കില്ല. ആ സ്ഥാനത്ത് ചേച്ചി ഒരു 14 ഗുളിക കഴിക്കുന്ന പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതിലാണല്ലോ പവർ മൊത്തം. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കൈ വിട്ടു പോയായിരുന്നു ചേച്ചി. ഒരു ദിവസം 20-25ഓളം പ്രാവശ്യം ഫിക്സ് വന്നിട്ട് ചേച്ചിനെ അങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങോട്ട് ആ ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചായിരുന്നു. കാരണം തണുപ്പ് പറ്റില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഭയങ്കര മഴയും ഇതൊക്കെ വന്നപ്പോൾ ചേച്ചിക്ക് ഒട്ടും പറ്റണില്ല. അപ്പോൾ ആകെ കൈവിട്ട അവസ്ഥയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു വിട്ടു എന്ന് വെച്ചാൽ ദൈവം കൈവിട്ടു എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ എത്തി. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടെത്തിച്ചു, കുർബാനകൾ അർപ്പിച്ചു, ഈശോയോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥനയൊക്കെ ആയിരുന്നു ഞങ്ങൾ. പക്ഷേ ദൈവം അവിടെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ കൈവിട്ട് കളയോ ഒന്നും ദൈവം ഒന്ന് പരീക്ഷിച്ചത് ഞങ്ങളെ. പക്ഷേ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അതെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് ശരിക്കും നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? കാരണം ചെറുപ്പം മുതലേ കണ്ടു വളർന്നുകൊണ്ട് അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ലല്ലോ അല്ലേ? അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിലും വലിയ പരീക്ഷണം ഇതിന് ശേഷമായിരുന്നു. അത് മമ്മിയുടെ കഥയാണ്. മമ്മി അത്രയും നാൾ ആക്റ്റീവായിരുന്നു. പക്ഷേ ഒരു 2 കൊല്ലത്തിന് മുമ്പ് എല്ലാം പെട്ടെന്നായിരുന്നു. എന്നുവെച്ചാൽ മണിക്കൂറുകളുടെ ഒരു വ്യത്യാസത്തിലാണ് എല്ലാം സംഭവിച്ചത്. ഒരു ദിവസം നവംബർ മാസത്തിലായിരുന്നു 2 കൊല്ലം മുമ്പ്. ഉച്ചയ്ക്ക് കറി വയ്ക്കുന്ന സമയത്ത് ആളുടെ ഒരു കാലിൻ്റെ സൈഡ് ഫുള്ളായിട്ട് മരയിച്ചു. അപ്പോൾ വിചാരിച്ചു അവിടെ നിന്ന് പണി ചെയ്യുന്നതുകൊണ്ട് മരയിച്ചതായിരിക്കും വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ആൾക്ക് അനങ്ങാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. അപ്പം തന്നെ പപ്പേനെ വിളിച്ചു. പപ്പ ജോലി സ്ഥലത്ത് നിന്ന് ഓടി വന്നു. മമ്മീനെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റണില്ല. എന്നുവെച്ചാൽ കാലിൻ്റെ മരയിപ്പ് മാറണില്ല, ഒരു ഇതില്ലാത്ത അവസ്ഥയായിപ്പോയി. വീൽ ചെയറിൽ കയറ്റി അവിടെ ഇരുത്തി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു, നഴ്സുമാർ ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തു. എന്നുവെച്ചാൽ പ്രഷർ കൂടുമ്പോൾ ചിലർക്ക് കാല് മരയിക്കും. അതിനുശേഷം ഇഞ്ചക്ഷൻ എടുത്തു, മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഡോക്ടർ പറഞ്ഞു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പം അപ്പോളോ ഹോസ്പിറ്റലായിരിക്കും. അന്ന് അപ്പം തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് എത്തലും 2 കാലും മരയിച്ചു. എന്നുവെച്ചാൽ ചലനമില്ലാത്ത അവസ്ഥയായി, അനങ്ങാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല. വീൽ ചെയറിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇരുത്തുക ചെയ്തത്. അത് കഴിഞ്ഞ് സ്ട്രക്ചറിൽ കൊണ്ടുപോയി അവിടെ കഴിഞ്ഞപ്പോൾ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായിട്ടും തളർന്നു. തൊടുമ്പോൾ പോലും ആൾക്ക് ഫീൽ ചെയ്യണില്ല. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിക്കായിരുന്നു. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈകുന്നേരം ബസ് കുറവാണ്. അത് കഴിഞ്ഞ് ഞാൻ പപ്പേനെ വിളിച്ചു.
എന്നുവെച്ചാൽ നമുക്ക് ബസ് കാശ് ലാഭിക്കുകയും ചെയ്യാം, അപ്പൊ ആ പൈസക്ക് വേറെ എന്തെങ്കിലും ചെയ്യാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ ബസ്സില്ല ആ വഴിക്ക്, ഇനി കുറച്ച് 1 മണിക്കൂർ അതിന്റെ ബസ്സുള്ളൂ, പപ്പ ഒന്ന് വരോ, എന്നെ ഒന്ന് വീട്ടിലേക്ക് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചു, പപ്പ ഫോൺ എടുക്കണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളി, ഓസാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പപ്പ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഇപ്പോൾ എവിടെയാ, പപ്പ എന്നെ ഒന്ന് കൊണ്ടുവരാൻ വരൂ, എന്നെ വീട്ടിലൊന്ന് കൊണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ അങ്ങനെ ഭയങ്കര മൂഡ് ഔട്ടായിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ബസ്സിന് പോവോ അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാലും പോവോ, വീട്ടിലാരുമില്ല, മമ്മി ഇല്ല, പപ്പയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, മമ്മി എവിടേക്ക് പോയേ, നിങ്ങൾക്ക് ഇറങ്ങാൻ പോയേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല അത് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നടന്നു, നമുക്ക് പൈസ വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ പള്ളിയുടെ ബാക്കി കൂടെ നടന്നു, വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ചായ വെച്ചിട്ടില്ല, കഴിക്കാൻ ഫുഡില്ല, എന്ന് വെച്ചാൽ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ആൻറ്റി പറഞ്ഞു, മമ്മിയുടെ കാര്യമൊന്നും വീട്ടിൽ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ഷോക്കായി. എനിക്കറിയില്ലല്ലോ. എനിക്കറിയില്ലല്ലോ സംഭവം. എന്താ സംഭവം, ഞാൻ കറങ്ങാൻ പോയി എന്നല്ല വിചാരിച്ചിരിക്കണേ. അത് കഴിഞ്ഞിട്ടാണ് പറയണത്, ഇങ്ങനെ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ്, കാല് ചെറുതായിട്ടൊന്ന് മരയിച്ചിട്ട് കൊണ്ടുപോയേക്കാണെന്ന് പറഞ്ഞു. അപ്പം മമ്മിയാണ് ഈ ഹോസ്പിറ്റലിൽ പോകാത്ത ആളാണ്, പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവരെ വിളിക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പപ്പ കയറി വരാണ്. അപ്പം ഞാൻ ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങാം, കാരണം ഞാൻ കോളേജിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ വീട്ടിൽ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും കോളേജിലെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് ഓടിച്ചാടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പപ്പ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്താ അവിടെ പോയിരിക്കണേ, ഇവിടെ വീട്ടിലിരിക്കാൻ സ്ഥലം കഴിഞ്ഞിട്ടാണോ അവിടെ പോയിരിക്കുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ മമ്മീനെ കാണില്ല. അപ്പം ഞാൻ ചോദിച്ചു, മമ്മി എവിടെയാണെന്ന് ചോദിച്ചു. പപ്പ ഒന്നും പറയാനില്ല. പറഞ്ഞു, മമ്മിക്ക് ഇങ്ങനെ വയ്യാണ്ട് ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞു. കാരണം എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല, എനിക്കാണെങ്കിൽ ടെൻഷൻ കൂടുതലുള്ള ആളാണ്, ചെറിയ കാര്യം കേട്ടാൽ മതി എനിക്ക് ടെൻഷൻ ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മമ്മിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം അപ്പോൾ കൂടുതലായിട്ട് എൻ്റെ അടുത്തൊന്നും പറയാനില്ല. എന്നിട്ട് പറഞ്ഞു, മമ്മി കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരിക്കും, വരും പെട്ടെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ടായി, ഇതെന്ത് പറ്റി, എൻ്റെ അടുത്ത് പറയാണ്ട് ഇത് എന്തെന്ന് സംഭവം, എനിക്കൊന്നും മനസ്സിലാവില്ല. അതിൻ്റെ മമ്മീനെ വിളിച്ചു മമ്മി വിളിച്ചപ്പോൾ മമ്മി ഫോൺ എടുക്കണില്ല. അത് കഴിഞ്ഞിട്ട് ആൻറ്റി തിരിച്ച് വിളിച്ചു മമ്മിയുടെ ഫോണിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, മമ്മിയെ എന്തൊന്ന് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ആൻറ്റി പറഞ്ഞു, മമ്മിക്കൊന്നുമില്ല മോനെ. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി എന്താ അവിടെ, ആൻറ്റിക്ക് എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആൻറ്റി പറയണേ, ഇങ്ങനെ മമ്മിക്ക് കൂട്ട് നിൽക്കാൻ വന്നതാ, കൂട്ട് വേണ്ടേ, അപ്പം അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോഴൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ആൻറ്റി പിറ്റേ ദിവസം വിളിച്ചപ്പോഴും ആൻറ്റി തന്നെ ഫോൺ എടുക്കണേ. ഞാൻ ചോദിച്ചു, എന്താ മമ്മിക്ക് ഫോൺ എടുത്താ, കാരണം മമ്മീനെ വിളിച്ചാൽ എനിക്ക് മമ്മി തന്നെ ഫോൺ എടുക്കണം, എനിക്ക് നിർബന്ധ കാര്യം. മമ്മീനെ വിളിച്ചാലും പപ്പേനെ വിളിച്ചാലും അവരെന്നെ ഫോൺ എടുക്കണം. ഇടയ്ക്ക് കയറി അനിയനും എടുക്കാറുണ്ട് ഫോൺ, അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മമ്മിക്ക് ഫോൺ കൊടുക്കാത്ത, മമ്മി എന്താ ഫോൺ എടുക്കാത്ത ഞാൻ ചോദിച്ചു. പിന്നെ പയ്യെ പപ്പേൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അരക്കി തഴക്കി തളർന്നു, പപ്പയാണെങ്കിൽ ഫുൾ ആയിട്ട് ഡൗൺ ആയിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, കാരണം അത്രയും നാൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വയ്യായി വരുന്നു. ആൾക്ക് ഒരു അസുഖങ്ങളും മുൻപ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ടെൻഷനായി, എന്ത് ചെയ്യും, കാരണം ഹോസ്പിറ്റൽ ഫീസ് എല്ലാം തലയിൽ കൂടെ ഓടാണ്. ആൾക്ക് ടെൻഷനായി. അപ്പോൾ ഇങ്ങനെ പയ്യെ പറഞ്ഞു, ഇങ്ങനെ മമ്മിക്ക് വയ്യ, അരക്കി തഴക്കി തളർന്നു, അപ്പോൾ എത്ര ദിവസം ഇരുന്നാലും ശരിയാവാന്നൊന്നും അറിയത്തില്ല, അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്തത്, വീണ്ടും കിടന്നിങ്ങനെ പരീക്ഷിക്കണം. എന്ന് വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞ് വരണുള്ളൂ, കഴിഞ്ഞിട്ടില്ല, പക്ഷെ അത് ചെറുപ്പത്തിലെ മുതൽ കാണുന്ന കാരണം അടുത്തത് അതും മമ്മീനെ എന്നുവെച്ചാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കണില്ല. സംഭവം വീട്ടിലെ പണി, അതാണ് എനിക്ക് പണി പറ്റിയത്. അത്രയും നാളും ഞാൻ വീട്ടിൽ വരുമ്പോൾ മമ്മി എനിക്ക് ചായ തരണു, പലഹാരം തരണു, ഞാൻ പിന്നെ കഴിച്ചുകൊണ്ട് മമ്മിയുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു. അതെനിക്ക് തോന്നുന്നു ദൈവം എനിക്ക് പണി തന്നതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. വീട്ടിലെ പണികളൊക്കെ ചെയ്യേണ്ടി വന്നു. കാരണം വീട്ടിൽ ചേച്ചിയുണ്ട്, അമ്മാമ്മയുണ്ട്, അനിയനുണ്ട്. പപ്പ പിന്നെ ജോലിക്ക് പോകും. ഞാൻ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ 3 പേരുടെ മുഖമാണ് ഞാൻ കാണുന്നത്. ഇവർക്ക് പിന്നെ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, എല്ലാവരും ചെറുതാണ്. ചേച്ചി കിടപ്പിലാണ്, പിന്നെ അമ്മാമ്മയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം ചായയും സംഭവങ്ങളൊക്കെ വെക്കണേ തന്നെ. അപ്പം മുതൽ ഞാൻ പഠിച്ചു, ഇത് എനിക്ക് ദൈവമായിട്ട് പണിതതാണ്. കാരണം അത്രയും നാളും മമ്മി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല, മമ്മി ചെയ്താൽ മതി എല്ലാവരും, ഞാൻ തന്നെ ചെയ്യണേ, അമ്മ ചെയ്താലെല്ലാം ശരിയാവുള്ളൂ, അതിനൊക്കെ ഒരു വൃത്തിയേ വരുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ തന്നെ ആളും ഞാൻ. എന്നാലും ചെയ്താലും ശരിയാവില്ല, ഇപ്പം ഞാൻ ചെയ്താലും ശരിയാവും, അല്ല ശരിയാക്കണമല്ലോ, ആ ഒരവസ്ഥയായി. അത് കഴിഞ്ഞ് മമ്മി 20 ദിവസം ഹോസ്പിറ്റലിൽ കിടപ്പായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 ദിവസമായിപ്പോയി. ഡോക്ടർ പറഞ്ഞു ഇനി പൊക്കോ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, വീട്ടിൽ ഒരു കിടപ്പ് രോഗിയുണ്ട്, മോള് കിടപ്പിലാണ്, ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചേച്ചിയുടെ കാര്യം നോക്കണം,
പിന്നെ ഞങ്ങളെ ക്ലാസ്സിൽ വിടണം, പിന്നെ അമ്മാമ്മയുടെ കാര്യം, പപ്പയ്ക്ക് ജോലിക്ക് പോകണം, എല്ലാം കൂടി നടക്കില്ല. പിന്നെ മമ്മിയും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാവും, ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കുറച്ച് ദിവസം കൂടി ഇവിടെ കിടത്തണം, അപ്പോൾ ശരിയാവും എന്നൊരു വിശ്വാസം നിന്നു. അത് കഴിഞ്ഞ് 20 ദിവസവും മമ്മി കിടന്ന കിടപ്പ് എന്ന് വെച്ചാൽ എഴുന്നേപ്പിച്ചിരുത്തണം ഫുഡ് കഴിക്കണമെങ്കിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് വിഷമമാണെന്ന് വെച്ചാൽ മമ്മിയില്ല പ്രാർത്ഥന ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മമ്മിയുടെ പ്രാർത്ഥന കുറച്ച് ലെങ്തി പ്രാർത്ഥനയാണ്. അപ്പോൾ ഞങ്ങൾ പറയും ഒന്ന് പെട്ടെന്ന് തീർക്കാവോ, ഞങ്ങൾക്ക് ചെന്നിട്ട് പഠിക്കാനുണ്ട്, അങ്ങനെ പറയും. എന്ന് വെച്ചാൽ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ മമ്മിയുടെ ഒരു പ്രാർത്ഥന തുടങ്ങും. നമ്മൾ ചിലപ്പോൾ ഉറക്കം വരെ നമ്മളവിടെ ഇരുന്ന് ഉറങ്ങും. പക്ഷെ അത്രയും ദിവസം മമ്മി പ്രാർത്ഥന എത്തിച്ചിട്ട് പിന്നെ എത്തിക്കേണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. എന്നുവെച്ചാൽ വേറെ പല ചിന്തകളും വരും നമുക്ക്. എന്നുവെച്ചാൽ കിടന്ന കിടപ്പാണ്, ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാ മമ്മി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ പപ്പ വിചാരിച്ചു ഓക്കെ ആവും എന്നൊരു വിശ്വാസമായി. പിന്നെ അത്രയും നാളും ഞങ്ങൾ ഫണ്ടൊന്നും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പ്രതീക്ഷിക്കണമല്ലോ, ഞങ്ങളുടെ സ്റ്റഡീസ് പിന്നെ ചേച്ചിയുടെ മരുന്ന് അങ്ങനത്തെ മാത്രമേ വിചാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മുതൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് മുന്നിൽ നിന്ന് നിൽക്കുക, ദൈവമേ നീ ഇങ്ങനെ പരീക്ഷിക്കണം എന്നെ, ഇങ്ങനെ പരീക്ഷിക്കല്ലേ, കാരണം വയ്യാണ്ടായി ആ ഒരു അവസ്ഥയായി. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിക്കുന്നത് അനിയൻ, ഞാൻ, പപ്പ അങ്ങനെ മാറി മാറി എത്തിക്കാറ്. അപ്പം അന്നത്തെ ദിവസം അനിയൻ ബൈബിൾ വായിക്കണ സമയത്ത് അമ്മേനെ അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നോ? ഇല്ല, കൊണ്ടുവന്നിട്ടില്ല, മമ്മി ഹോസ്പിറ്റലിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അനിയൻ ബൈബിൾ വായിക്കണ സമയത്ത് പപ്പ പറഞ്ഞു നീ ബൈബിൾ വായിക്കണ്ട, ദൈവത്തിൽ നിന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ അധ്യായം എന്ന് പറയുന്നത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. അത് ആദ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് കിടക്കെടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോവുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് എന്തോ ഉള്ളിൽ ഭയങ്കര സന്തോഷമുള്ള പോലെ പപ്പ ചിരിച്ചിട്ട് വായിക്കണേ. ഞങ്ങൾ വിചാരിച്ചു മമ്മി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ചിരിക്കണാവോ, ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റണില്ല. അപ്പോൾ പപ്പ ഇത് ഇരുന്നിട്ട് വായിച്ചിട്ട് ചിരിക്കുക, ഇങ്ങനെ സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ മമ്മീനെ വിളിച്ചു. മമ്മീനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ മമ്മി ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരു അധ്യായം വായിച്ചു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തുക, ആ ഒരു അധ്യായം വായിച്ചേ. നീ ഒന്ന് എഴുന്നേറ്റ് വെക്കണ്ടേ? അപ്പോൾ മമ്മി പറഞ്ഞു, അപ്പോൾ മമ്മി അവിടെ നിന്ന് പറയാണ് അത് ശരിയാണല്ലോ, അത്രയും നാൾ മമ്മീനെ 2 പേരെ എഴുന്നേൽപ്പിച്ചിട്ടാണ് താഴേക്ക് കാലിട്ടിട്ട് ഫുഡ് കഴിച്ചത്. പക്ഷെ അന്നത്തെ ദിവസം ഫുഡ് വന്നപ്പോൾ ആള് പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു, കാല് താഴെ ഇട്ട് ഫുഡ് കഴിക്കുക. ആളത് ഓർത്തിട്ടില്ല. കറക്റ്റ് ആ ബൈബിൾ വായിച്ച സമയത്താണ് അവിടെ സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദിച്ചു ഇത് എത്ര മണിക്ക് സംഭവം ഉണ്ടായെന്ന് ചോദിച്ചു. പറഞ്ഞു ഇപ്പം തന്നെ, കാരണം ബൈബിൾ വായിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് അപ്പം തന്നെ മമ്മീനെ വിളിച്ചു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. അതൊരു ഇൻസിഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്ന് വെച്ചാൽ ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് പപ്പ കുറേ പേരെ വിളിച്ചു പറഞ്ഞു എടാ ഞാനിങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു സംഭവം കിട്ടി, ഭാര്യയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടണില്ല. എന്ന് വെച്ചാൽ ജസ്റ്റ് എഴുന്നേറ്റ് ഇരിക്കണുള്ളൂ, നടക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ പിന്നെ പപ്പയ്ക്കൊരു തോന്നലായി, ഞാൻ പറഞ്ഞത് അബദ്ധമായ അല്ലെങ്കിൽ മോശമായ, എന്നുവെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റും കാണില്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ മമ്മി ഹോസ്പിറ്റലിലാണ്, അപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര വിഷമമായി. പിന്നെ പറയേണ്ടെന്നൊരു മൈൻഡായി. അപ്പോൾ തന്നെ ആളുടെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ്, എൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ നീ അവഹേളിതനാവുകയില്ല. അപ്പോൾ പിന്നെ പപ്പയ്ക്ക് കുറച്ചും കൂടി എനർജി ആയി. ഇല്ല, ദൈവം കൈവിടില്ല. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ വീടിൻ്റെ അടുത്താണ്, മമ്മിക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു. കാലത്ത് 1ാമത്തെ കുർബാനയാണ് അർപ്പിച്ചത്. അന്നത്തെ ദിവസം അത്രയും നാളും കുറേ പേര് പിടിച്ച് നിർത്തിയിട്ടാണ് നടന്നത് പയ്യെ. 4 പേരാ, ഒരു സൈഡിൽ 2 പേര്, ഒരു സൈഡിൽ 2 പേര്. അപ്പോൾ അവസ്ഥ അറിയാലോ, 4 പേര് പിടിച്ചിട്ടാണ് ഒരാളെ കൊണ്ടുപോകുന്നത്. അന്നത്തെ ദിവസം കുർബാന അർപ്പിച്ചപ്പോൾ അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു നമുക്ക് വീൽ വാക്കറിൽ നടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു അയ്യോ വീൽ വാക്കറിലാ, അത് പറ്റില്ല, കാരണം 4 പേരെ വെച്ചിട്ടാണ് മമ്മി നടന്നത്. അപ്പോൾ അവരുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് നടന്ന് നോക്കാന്നുള്ള രീതിക്ക് നടന്നു, പയ്യെ നടന്നു തുടങ്ങി. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ മനസ്സിലായി ദൈവം വിശുദ്ധ കുർബാനയിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളത്. അതിനുശേഷം വൈകുന്നേരം ആൾക്ക് സ്ട്രക്ചറൊക്കെ മാറ്റി വീൽ വാക്കറിൽ സ്റ്റിക്കിൽ നടക്കാൻ തുടങ്ങി. പയ്യെ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ മമ്മിക്ക് ഈ അസുഖം വരണേക്കാളും മുമ്പ് വന്ന പേഷ്യൻസ് ഇതുവരെ നടന്നു തുടങ്ങിയിട്ടില്ല അവിടെ. പക്ഷെ മമ്മി അവിടെ നടന്നു തുടങ്ങി, പയ്യായാലും നടന്നു തുടങ്ങി. പക്ഷെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് അവർ ഫിസിയോതെറാപ്പി ചെയ്യും, നടത്തിക്കും. അങ്ങനെ ഇമ്പ്രൂവായി കിടന്ന കിടപ്പിൽ നിന്ന് ആൾ നടന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ആശ്വാസമായി തുടങ്ങി, കാരണം നടന്നു തുടങ്ങി.
മമ്മിക്ക് മമ്മിയുടെ കാര്യം തന്നെ ചെയ്തു തുടങ്ങിയാൽ തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമാണ്. കാരണം ചേച്ചിയുടെ കാര്യം മാത്രം ഞങ്ങൾക്ക് നോക്കിയാൽ മതിയില്ല. അതിനുശേഷം 18 ദിവസത്തിന് ശേഷം മമ്മീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ കസിനും എല്ലാവരും കൂടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് വിഷമമായിട്ട് പാടില്ല. കാരണം മമ്മിക്ക് കിടന്ന കിടപ്പിരുന്ന് ജസ്റ്റ് ഒന്ന് നടന്നു. കാരണം അത്രയും നാൾ ഓടി നടന്ന ആളാണ്. എല്ലാ കാര്യത്തിനും ആളെ ആക്റ്റീവ്. പഴയ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നുവെച്ചാൽ ഭയങ്കര അയ്യോ ഇതെന്ത് ഇങ്ങനെ നടക്കണേ. കാരണം മമ്മി നടന്നു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു പഴയ പോലെ നടന്നു തുടങ്ങിയെന്ന്. ഞാൻ നോക്കിയപ്പോൾ ആള് വീൽ വാക്കറിൽ പയ്യെ പയ്യെ ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഞാൻ വിചാരിച്ചു അലക്കണം എന്നുവെച്ചാൽ ഒരു ഡ്രസ്സ് അലക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടല്ലല്ലോ ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു മമ്മി വരാണ്, അപ്പം ഇനി പണി കുറയും, ഇനി എൻ്റെതായ കാര്യങ്ങൾ നോക്കിയാൽ പോരുന്ന നോക്കി വിചാരിച്ചു നിന്നാർന്നേ. പക്ഷേ ആള് വന്നു കഴിഞ്ഞപ്പോൾ പയ്യെ പയ്യെ നടന്നു പറഞ്ഞേ. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര എന്താ വിഷമാണോ അതോ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള രീതിക്കായി. ആള് നടന്നു വീട്ടിൽ കയറി. അപ്പോഴൊക്കെ സഹായം വേണം, നടന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും എല്ലാത്തിനും നമ്മുടെ സഹായം വേണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കാരണം ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത്രയാക്കാൻ പറ്റുമെങ്കിൽ ഇനിയും ദൈവം പ്രവർത്തിക്കും അതിനുള്ളിൽ കൂടെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ സമയത്താണ് എനിക്ക് സെമസ്റ്റർ എക്സാം. ആ സമയത്ത് ശരിക്കും ഡൗൺ ആയി. എൻ്റെ പൊന്നു സിസ്റ്റേ ഒന്നും പറയാനില്ല. പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഹോസ്പിറ്റൽ കേസും ഇത്രയും 20 ദിവസം ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായി കിടന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്തോരം ചാർജ് വരുന്നു. പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചു, പലരിലൂടെയും പ്രവർത്തിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ ആ സമയത്ത് വന്നു. കാരണം ആ മാതിരി ഡൗൺ ആയി. അതുപോലെ ഡൗൺ ആയി വെച്ചാൽ അതുപോലെ ഡൗൺ ആയി. നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളാണ്, ഞാൻ പഠിക്കണ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ പിന്നെ ഫീസും എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു അവസ്ഥയായി. ഫുള്ളായിട്ട് ഡൗൺ ആയി എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഡൗൺ ആയി എന്ന് വെച്ചാൽ പഠിക്കണ കാര്യത്തിന്. അന്ന് ജാഗോയുടെ തീം ഡാൻസിനൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ എൻ്റെ മുൻ സിസ്റ്റർ. അത് ശരിക്കും ഒരു മാറ്റം വന്നതാണ്. എന്ന് വെച്ചാൽ മുൻപ് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. സിസ്റ്റർ അന്ന് കണ്ടത് ഫുള്ളായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആള്. പക്ഷെ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഫുള്ളായിട്ട് ഡൗൺ ആയിരുന്നു. എന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റണില്ല, ഒരു കാര്യത്തിന് കോൺസെൻട്രേഷൻ കിട്ടണില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു അത്ഭുതം ഉണ്ടായി. മമ്മി വീട്ടിൽ വന്നു. അപ്പം നടന്നു തുടങ്ങിയല്ലോ. ആ സമയത്ത് പള്ളി പണിയൊക്കെ കഴിഞ്ഞ് പള്ളി ഓപ്പൺ ചെയ്യാൻ പോവാണ്, ചാലക്കുടി പള്ളി ഉദ്ഘാടനത്തിന് സമയമാറായി. അപ്പോൾ പിന്നെ പയ്യെ നടന്നു തുടങ്ങിയ ആള്. അപ്പോൾ പിന്നെ അച്ഛന്മാരോട് നന്ദി പറയാൻ വിചാരിച്ചു. കാരണം അച്ഛന്മാർ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മമ്മി അവിടുത്തെ സോവിനിയർ കമ്മിറ്റിയിലുണ്ടായിരുന്നു, പള്ളിയുടെ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛന്മാരോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചതിനൊക്കെ നന്ദി, തുടർന്നും പ്രാർത്ഥിക്കാന്നുള്ള രീതിക്ക് പറയാമെന്ന് വിചാരിച്ചു. അച്ഛന്മാരെ വിളിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് ബ്രേക്ക് ആയിരുന്നു, 12:30 ബ്രേക്ക് ആയിരുന്നു അവർക്ക്. അവിടുത്തെ ഒരു കൊച്ചച്ഛൻ ഫോൺ എടുത്തിട്ട് ഞാൻ സംസാരിച്ചു. മമ്മീനെ ആൾക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് പാലാട്ടി അച്ഛനും മമ്മീനെ നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ കൊച്ചച്ഛനെയാണ് വിളിച്ചിട്ട് കിട്ടിയത്. അപ്പോൾ കൊച്ചച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ വീട്ടിലേക്ക് വന്നു, പയ്യൊന്ന് നടന്നു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ്. കാരണം ഡിസംബർ 9-ാം തീയതി 8-ാം തീയതി എങ്ങാണ്ടാണ് പള്ളി വെഞ്ചിരിപ്പ് നടത്തുന്നത്. അപ്പം അതിൻ്റെ തിരക്ക് നമുക്കറിയാം. അപ്പോൾ പിന്നെ അച്ഛൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു, പിന്നെ സംസാരിക്കുന്ന രീതിക്ക് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അന്നത്തെ ദിവസം വൈകുന്നേരം അച്ഛന്മാർക്ക് എങ്ങോട്ടും മാറി നിൽക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ ദിവസം വൈകുന്നേരം 5 മണിയുടെ കുർബാന അർപ്പിക്കാനായിട്ട് ഒറ്റ അച്ഛന്മാരുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ആ ഫോൺ എടുത്ത അച്ഛനാണ് കുർബാന ചൊല്ലിയത്. അപ്പോൾ കാഴ്ചവെപ്പിന്റെ സമയത്ത് ഓസ്തി ഉയർത്തിയപ്പോൾ മമ്മിയുടെ മുഖം മനസ്സിൽ വരാണ്. മമ്മീനെ കണ്ടിട്ടുണ്ട് അച്ഛന്മാര്, മമ്മിയുടെ മുഖം മനസ്സിൽ വരാണ്. അപ്പം അച്ഛനൊരു ആഗ്രഹം, മമ്മീനെ ഒന്ന് കാണണം, അറിയണം. കാരണം അത്രയും തിരക്കാണ്, അത് നമുക്കറിയാം. അത്രയും തിരക്കിൻ്റെ ഇടയിലും അച്ഛൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്, വരണം, കാണണം. അപ്പോൾ ആ ഓസ്തിയിൽ മമ്മിയുടെ മുഖം വരാണ്, അച്ഛൻ്റെ മനസ്സിലും മമ്മിയുടെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് 7 മണിയായി, നല്ല മഴ വെച്ചാൽ നല്ല മഴ, ആ മാതിരി മഴയായിരുന്നു. ആ സമയത്ത് അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഞാനിപ്പോൾ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛൻ പോരെ. കാരണം ഉച്ചയ്ക്ക് പറഞ്ഞത് അച്ഛന് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഒരാൾ വൈകുന്നേരം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇതെന്ത് പറ്റി എന്നുള്ളൊരു മൈൻഡായി ഞങ്ങൾക്ക്. എൻ്റെ അച്ഛൻ വന്നപ്പോഴാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ വരണ്ടാന്ന് വെച്ചായിരുന്നു, അതുമാതിരി തിരക്കായിരുന്നു. ആ സമയത്താണ് വൈകുന്നേരം കുർബാന അർപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുർബാന അർപ്പിച്ചപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ തന്നെ ചേച്ചിനെ കാണണം തോന്നി, അതാണ് ഓടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു അത്ഭുതം അവിടെ ഈശോ മറ്റുള്ളവരിലൂടെ പകർത്തി കൊടുത്തു. അങ്ങനൊരു അനുഭവം ദൈവം ഞങ്ങൾക്ക് തന്നു.
കാരണം ഞങ്ങൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക്, പപ്പയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നുള്ളൂ. മമ്മിക്ക് പുറത്തുനിന്ന് വന്നതെന്ന് പറയാനായിട്ട് ആ അച്ഛനായിരുന്നു. നേരത്തെ പപ്പ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റുള്ളവരിലൂടെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പറയുന്ന അവസ്ഥയായി. എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവർക്ക് വിശ്വാസം തന്നില്ല. അതുമാത്രമല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടണില്ല. പക്ഷെ അവിടെ ആ അച്ഛനിലൂടെ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ആ സമയത്ത് ഞായറാഴ്ച ജീസസ് യൂത്തിന്റെ പ്രയറിന് വിളിച്ചു തന്നെ. ഞാനാണെങ്കിൽ ജീസസ് യൂത്തിന്റെ കുർബാനയും കഴിഞ്ഞ് ജീസസ് യൂത്തിന്റെ പ്രയറും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തായാലും നേരം വൈകും. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചു, അന്നാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ചുകൂടി സമയം പള്ളിയിലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. കുർബാന കഴിഞ്ഞു. കുർബാന ഒക്കെ കാണുമ്പോൾ ആകെ എന്തൊക്കെയോ മൈൻഡൊന്നും അവിടെ അല്ലായിരുന്നു. കുർബാന ഫുള്ളായിട്ട് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. നമ്മൾ നിയോഗങ്ങളൊക്കെ പറയും, ആഗ്രഹങ്ങൾ പറയും, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ ദിവസം ഫസ്റ്റായിട്ട് ഞാൻ ജീസസ് യൂത്തിൻ്റെ പ്രയറിന് കയറി. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ കുറേ പുതിയ ആൾക്കാർ, പഴയവർ അറിയണവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രയർ നടത്തി. പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സമാധാനം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ എവിടെയായിരുന്നു, കുറച്ച് സമയത്തേക്ക് ഞാൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ചാൽ ഞാൻ പ്രയറിൻ്റെ സമയത്ത് എനിക്ക് കരയണോ വേണ്ടയോ ആ ഒരു സിറ്റുവേഷനായി. ഞാൻ ആകെ ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കണേ. പിന്നെ വിചാരിച്ചു പ്രയറൊക്കെ എത്തിച്ചിട്ട് ഞാൻ ഓക്കെ ആവും. എനിക്ക് തോന്നണില്ല, കാരണം ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കുന്നതാണല്ലോ, എനിക്ക് ഓക്കെ ആവും തോന്നണില്ല. പക്ഷെ അന്നത്തെ ദിവസം ഷെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ബൈബിൾ ഷെയറിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ ആദ്യമായിട്ട് വരുന്നതാണ്. ഞാൻ സെൽഫ് ഇൻട്രോ ചെയ്തു, ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അവർ ചോദിച്ചു എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ളായിട്ട് ഡൗൺ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ വന്നത് മാറാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒന്ന് കുറച്ചേരം മാറിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ആരോ എന്നെ വന്ന് തൊട്ട പോലെ. എന്ന് വെച്ചാൽ എന്നെ സമയത്ത് ഫുള്ളായിട്ട് ചൂടായിട്ട് നിൽക്കായിരുന്നു. ആരെങ്കിലും എന്നെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഐസ് പോലെ ഞാൻ എന്നുവെച്ചാൽ അതുപോലെ ഞാൻ കൂളായി. പിന്നെ മുതൽ ഞാൻ ജീസസ് യൂത്തിലേക്ക് കയറാൻ തുടങ്ങി. എന്നുവെച്ചാൽ പ്രയർ, പള്ളിയിലെ കാര്യങ്ങൾ, ദൈവം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തല്ലായിരുന്നു ഞാൻ. എപ്പോഴൊക്കെയോ ഞാൻ അകന്നു പോയായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കാരണം പിടിച്ച് വലിച്ചു കൊണ്ടുവരായിരുന്നു. കർത്താവ് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കില്ല, നമ്മൾ എവിടെ പോയി വിളിച്ചാലും ആൾ പൊക്കിയെടുത്തുകൊണ്ട് പോകും. പിന്നെ ആളുടെ ഒരു ഓളത്തിന് അങ്ങോട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചങ്ങോട്ട് ജീവിച്ചോളാം. അപ്പൊ കുരിശ് എന്ന് പറയുന്നത് എന്നും സഹനത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാണോ ഈശോ കുരിശിനോട് ചേർന്നത് അന്ന് അത് വിജയത്തിന്റെ പ്രതീകമായി മാറി. അപ്പൊ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സഹനങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയത്തിന്റെ പ്രതീകമായി മാറും. അപ്പൊ നമ്മളും വിജയികളായി മാറും. അപ്പൊ ഇത്തരത്തില് വീണ്ടും ഈശോയുടെ വേറൊരു സാക്ഷ്യവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.